അതൊക്കെ ഈ അതിന്റെ ഒരു അണലി എന്ന അതിരിക്കുന്ന പാമ്പൊക്കെ പെട്ടെന്ന് സാഹചര്യവുമായിട്ട് റിയാക്ട് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ അതാണോ അപകടം കൂടുതൽ ഉണ്ടാവുക അത്തരം സാഹചര്യത്തിലൊക്കെ? അണലിയൊക്കെ പെട്ടെന്ന് റിയാക്ട് ചെയ്യില്ലേ? അതെ, നമുക്ക് ഉള്ളതിൽ ശരിക്കും വെനമസ് ആയിട്ടുള്ള പാമ്പുകളിൽ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ളത് റസൽ സൈപ്പർ എന്ന് പറയുന്ന അണലിയാണ്. ദബോയിയ റസലി എന്നാണ് അതിൻ്റെ സയൻറ്റിഫിക് നെയിം. എന്ന് മീൻസ് ദബോയിയ മീൻസ് ഹിന്ദിയിൽ അമങ്ങിക്കിടക്കുക എന്നാണ്. ഇത് ഭയങ്കരമായിട്ട് പതുങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ അമങ്ങിക്കിടക്കുന്നതാണ്. ഇത് ഹീറ്റ് സെൻസിറ്റീവാണ്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ അടുത്തുകൂടി പോകുമ്പോൾ തന്നെ ചിലപ്പോൾ ഇത് ചാടി കടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മൂർഖനൊക്കെ ആണെങ്കിൽ ആ രീതിയിൽ നമ്മളോട് പ്രതികരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അത് കുറച്ച് ഡേഞ്ചറാണ്. അണലിയുടെ പല്ല് വലിപ്പം കൂടിയ പല്ലാണ്. അതുകൊണ്ട് നല്ല ബൈറ്റ് ഉണ്ടാവും. വെനം അത്രയും ഇഞ്ചെക്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഉള്ളതിൽ ശരിക്കും പറഞ്ഞാൽ ഡേഞ്ചറായിട്ടുള്ളത് അണലി തന്നെയാണ്. രോഷ്നി നേരത്തെ പറഞ്ഞതിലൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് പാമ്പുകൾ എപ്പോഴും ശാസ്ത്രീയമായാണ് കൈകാര്യം ചെയ്യേണ്ടത്. അത് വെച്ച് ഷോ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. ഇപ്പോൾ നമുക്കറിയാമല്ലോ, വാവാ സുരേഷൊക്കെ ഈ പാമ്പുകളെ കൈകാര്യം ചെയ്യുന്നതിനെ കേരളത്തിൽ ഒരുപാട് പേർ വിമർശിച്ച ഒരു സമയമുണ്ടായിരുന്നു. പാമ്പുകളെ എപ്പോഴും ശാസ്ത്രീയമായി തന്നെ കൈകാര്യം ചെയ്യണമെന്ന് നിങ്ങൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആവർത്തിച്ച് പറയാറുമുണ്ട്. പ്രത്യേകിച്ച് രോഷ്നിയെ തന്നെ പൊതുസമൂഹത്തിൽ ഒരുപാട് പേർ ശ്രദ്ധിച്ചു തുടങ്ങിയത് ഒരു വീഡിയോ വൈറലായതിനു ശേഷമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് രോഷ്നി അറിയാതെ മറ്റാരോ ചിത്രീകരിച്ച ഒരു വീഡിയോ പുറത്തു വരുന്നു. അങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു പാമ്പ് പിടുത്തക്കാരി ഉണ്ട് കേരളത്തിൽ എന്നുള്ളത് പൊതുസമൂഹം അറിയുന്നത്. അങ്ങനെയല്ലേ? ഷോ ചെയ്യാറില്ല അല്ലേ പാമ്പുകളെ വെച്ച്? പാമ്പ് പിടുത്തക്കാരിയല്ല, ശരിക്കും ഞാനൊരു റെസ്ക്യൂവറാണ്. നമ്മൾ ഒരിക്കലും അതിനെ അതിനെ ബലം പ്രയോഗിച്ച് പിടിക്കുകയല്ല ചെയ്യുന്നത്. ശാസ്ത്രീയമായിട്ടാണ് ചെയ്യുന്നത്. ഉറപ്പായിട്ടും നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ സർക്കാർ പറയുന്നത് നമ്മളോട് ശാസ്ത്രീയമായി അതിനെ റെസ്ക്യൂ ചെയ്യൂ എന്ന് തന്നെയാണ്. നമ്മളിപ്പോൾ പാമ്പിനെ കാണുന്ന സ്ഥലത്ത് നിന്ന് നമ്മളിപ്പോൾ അതിനെ എടുക്കാൻ പോകുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ സുരക്ഷ നമ്മൾ നോക്കണം, നമ്മുടെ സുരക്ഷ നമ്മൾ നോക്കണം, അതിന് ചുറ്റും കൂടി നിൽക്കുന്ന ആൾക്കാരുടെ സുരക്ഷ നോക്കണം. ഇതെല്ലാം നോക്കിയിട്ട് മാത്രമാണ് നമ്മളതിനെ അവിടെ നിന്ന് റെസ്ക്യൂ ചെയ്ത് മാറ്റുന്നത്. അപ്പോൾ ഈ രീതിയിൽ റെസ്ക്യൂ ചെയ്ത് മാറ്റുമ്പോൾ എത്രയും സാധുവായ വേഗത്തിൽ എത്രയും സേഫായിട്ട് നമുക്കതിനെ ആ സ്ഥലത്ത് നിന്ന് മാറ്റുക എന്നുള്ളത് മാത്രമായിരിക്കും നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് നമ്മളതിനെ അവിടെ നിന്നും റെസ്ക്യൂ ചെയ്ത് മാറ്റുന്നത്. അപ്പോൾ ഇതിനിടയിൽ നമുക്ക് വേറെ അതിനെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ മറ്റൊന്നും ഞങ്ങൾ ചെയ്യാറില്ല. നമ്മുടെ സർട്ടിഫൈഡ് ആയിട്ടുള്ള റെസ്ക്യൂവേഴ്സ്, ഞാൻ പറഞ്ഞ വോളണ്ടിയേഴ്സ് ഒത്തിരി പേരുണ്ട്. ഞങ്ങളെല്ലാവരും വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് അതിനെ റെസ്ക്യൂ ചെയ്ത് മാറ്റുന്നത്. ശരിയാണ് പറഞ്ഞത്. പാമ്പ് പിടുത്തമല്ല, പാമ്പുകളെ രക്ഷിക്കുകയാണ്. അതായത് ഈ മേഖലയിലേക്ക് വന്നപ്പോൾ തന്നെ ഒരു സ്ത്രീ ആയിരിക്കുന്നത് കൊണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകളൊന്നും കടന്നു വരാത്തൊരു മേഖലയാണ്. അപ്പോൾ അത്തരം സ്റ്റീരിയോ ടൈപ്പുകളെ പൊളിച്ചുകൊണ്ട് ഈ മേഖലയിലേക്ക് വന്ന ഒരു വ്യക്തിയാണ് രോഷ്നി. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടോ? ഒരു സ്ത്രീയായി ഇത്തരത്തിലൊരു തൊഴിൽ ചെയ്യുന്നതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ ഏതെങ്കിലും ഘട്ടത്തിൽ? ബുദ്ധിമുട്ട് ഒരു സ്ത്രീ ആയതുകൊണ്ട് ഒത്തിരി സപ്പോർട്ട് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ മീൻസ് പാമ്പിനെ റെസ്ക്യൂ ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒത്തിരി വീഡിയോസ് ഉണ്ട്. അതൊക്കെ മില്യൺസ് ഓഫ് വ്യൂവേഴ്സ് ഉള്ള വീഡിയോസാണ്. മീൻസ് എനിക്ക് പോലും അറിഞ്ഞുകൂടാത്ത എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അവരോട് വളരെ സന്തോഷമാണ്. കാരണം പുരുഷന്മാർക്ക് മാത്രമല്ല സ്ത്രീകളെ കൊണ്ടും പറ്റുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിലൊരു ചെറിയ കാര്യമാണെന്ന് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഇത് അത്ര വലിയ സംഭവമാണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ അത് ചെയ്യാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഞാനിപ്പോഴും എനിക്ക് ഒത്തിരി വിമർശനങ്ങളും പല സ്ഥലത്തു നിന്നും ഉണ്ടാവാറുണ്ട്. കാരണം ഞാനിങ്ങനെ മീൻസ് ഒത്തിരി കമൻസ് ഒന്നും ഞാൻ അധികം ശ്രദ്ധിക്കാറില്ല. കാരണം മോശമായിട്ട് പറയുന്ന ആൾക്കാരുണ്ടാവും, നല്ലത് പറയുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അതിലേക്ക് അധികം ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറില്ല. എന്നാലും സ്ത്രീ ആയതുകൊണ്ട് പോകുന്ന സ്ഥലത്തൊക്കെ സപ്പോർട്ട് കിട്ടാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാത്രി 12 മണിക്കും 1 മണിക്കും ഒക്കെ പോകേണ്ട സാഹചര്യം ഉണ്ടാവാറുണ്ട്. ഞാൻ ഒറ്റയ്ക്കായിരിക്കും പോകുന്നത്. ആ സമയത്തൊക്കെ ആ സ്ഥലത്ത് നിന്ന് അവിടെ നിൽക്കുന്ന ആൾക്കാരുടെ ഭാഗത്ത് നിന്നൊക്കെയുള്ള നല്ല സപ്പോർട്ട് ഉണ്ടാവാറുണ്ട്. സ്ത്രീകൾ മുന്നോട്ട് വരണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിൽ എനിക്ക് തോന്നുന്നു കേരളത്തിൽ വോളണ്ടിയേഴ്സിൽ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റാഫിൽ വനിതകൾ കുറവാണ്. ഞാനാണ് അത്യാവശ്യമുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. വേറെ ആരെയും അധികം അറിയില്ല. ശരി രോഷ്നി, എന്തായാലും സന്തോഷം. ഇതുപോലെ തന്നെ ശോഭിക്കാൻ കഴിയട്ടെ, തൊഴിൽ മേഖലയിൽ ഒരുപാട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഞങ്ങൾ. താങ്ക് യു സോ മച്ച്. യെസ്.